ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ധാരാളം കൈതച്ചക്ക ലഭിക്കുന്ന സമയങ്ങളിൽ നമുക്ക് കൈതച്ചക്ക പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചാൽ പുഡിങ്ങും ഫ്രൂട്ട് സലാഡും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. പൈനാപ്പിൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന വിധമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പൈനാപ്പിൾ സ്റ്റൂ ചെയ്ത് ആണ് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അതിന് ഞാൻ 1.5 കിലോയോളം വലിപ്പമുള്ള ഒരു പൈനാപ്പിൾ തൊലിയൊക്കെ ചെത്തി മുള്ളൊക്കെ കളഞ്ഞ് ചെറുതാക്കി കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ചെറുതാക്കി കഷ്ണമാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 10-12 ഗ്രാമ്പൂ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ 1.5 കിലോ വലിപ്പമുള്ള പൈനാപ്പിളിന് 1/2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കാറ്. നല്ല മധുരമില്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ 1/2 കപ്പ് ഷുഗർ ഫുൾ ചേർത്ത് കൊടുത്തില്ല. ഇനിയൊന്ന് മധുരം നോക്കിയതിന് ശേഷം ബാക്കി ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് ഗ്യാസിൽ വെച്ച് നമുക്ക് പൈനാപ്പിൾ സ്റ്റ്യൂ ചെയ്ത് എടുക്കാം. ആദ്യം ഫ്ലെയിം കുറച്ച് വേണം വയ്ക്കാൻ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൈനാപ്പിളിൽ നിന്നും വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കി വെള്ളം പറ്റിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തു. 1.5 കിലോ പൈനാപ്പിളിന് 1/2 കപ്പ് ഷുഗറാണ് സാധാരണയായി ഉപയോഗിക്കാറ്. മധുരം തീരെ കുറവുള്ള പൈനാപ്പിളിനാണെങ്കിൽ നമുക്കൊരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മധുരമായാലും നമ്മൾ പുഡിങ്ങിനും ഫ്രൂട്ട് സലാഡിനൊക്കെ ചേർക്കുമ്പോൾ ഭയങ്കര മധുരം ഇല്ലാതെ കൂടിപ്പോകും. വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് അല്പം ചാറോടുകൂടി നമുക്ക് പറ്റിച്ചെടുക്കാം. വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. നന്നായി തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം സ്റ്റീലിൻ്റെയോ ഗ്ലാസിൻ്റെയോ ബോട്ടിലിൽ നല്ല ടൈറ്റായിട്ട് അടപ്പുള്ളൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിച്ചാൽ അടുത്ത പൈനാപ്പിൾ സീസൺ വരെ കേടുകൂടാതെ ഇരിക്കും. അതുകൊണ്ട് പൈനാപ്പിൾ സീസണിൽ എല്ലാവരും പൈനാപ്പിൾ ഇതുപോലെ സ്റ്റ്യൂ ചെയ്ത് പ്രിസർവ് ചെയ്ത് വയ്ക്കുക. ഫ്രീസറിൽ വയ്ക്കുന്നവർ സ്റ്റീലോ പൈറക്സിൻ്റെ ഗ്ലാസ് ബോട്ടിലോ ഉപയോഗിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുള്ളായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.